ഏക പത്നി രീതിയാണ് അല്ലെങ്കിൽ ഏകപതി രീതിയാണ് എന്നൊക്കെ ഒരു സങ്കല്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അവരവരെ വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു നീഡല്ലേ? ഞാൻ പറയട്ടെ, നമ്മളോട് പിച്ച യാചിക്കുന്ന ആളുകൾക്ക് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കും? ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും, ഇല്ലെങ്കിൽ പറയും ഇന്നുണ്ടാവും, ഇല്ല എന്ന് പറയും, ഇല്ലേ? ഇതുപോലെ തന്നെയാ ഞാൻ പറയണത്. നമ്മൾ ഈ നമ്മുടെ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഒരാൾ നമ്മൾ അടുത്ത് വെക്കുക എന്ന് പറയണത്. മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കത് മാറില്ല. എനിക്ക് മറ്റുള്ളവരെ കരുതുന്ന പോലെ തന്നെ ഞാൻ എന്നെയും കരുതണം എന്നുള്ളൊരു ബോധം എനിക്ക് വേണം. നമ്മൾ നല്ല വ്യക്തികൾക്ക് ആർക്കും ഗ്രോത്ത് ഇല്ല. നമ്മൾ നന്നായിട്ട് ഒന്നും തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്നും ഈ കരച്ചിലും ദുഃഖവും മാത്രമേ ഉള്ളൂ. നല്ലവരായ ആളുകൾക്ക് ജീവിതത്തിൽ സന്തോഷമില്ല, കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതിനൊരു മാറ്റമല്ലേ വരേണ്ടത്? ഞാൻ പറയട്ടെ, ഇപ്പൊ കെട്ടിപ്പിടിച്ച് നിൽക്കാന്ന് വിചാരിച്ചു, എനിക്ക് ഹഗ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചോ, ഒരു 5 മിനിറ്റ് കെട്ടിപ്പിടിച്ച കുഴപ്പമില്ല, 10 മിനിറ്റ് ആയിട്ട് നമ്മൾ അവരെ വിടുന്നില്ല എന്ന് വിചാരിച്ചു, അവർക്കൊരു വീർപ്പുമുട്ടലുണ്ടാവില്ലേ? നമുക്ക് ചിലപ്പോൾ കംഫർട്ടായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ അതേ കാര്യങ്ങൾ നമ്മുടെ പാർട്ണർ എൻജോയ് ചെയ്യണമെന്നുണ്ടോ? എപ്പോഴും അവനവൻ്റെ വ്യക്തിത്വമുള്ളവർക്ക് ആ ഒരു ബഹുമാനവും നിലയും വിലയും വാല്യൂ എപ്പോഴും കിട്ടുക തന്നെ ചെയ്യും. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടറെ, പലരും ബന്ധങ്ങളിലാണെങ്കിലും മാരീഡ് ലൈഫിലാണെങ്കിലും ഞാൻ ഏക പത്നി രീതിയാണ് അല്ലെങ്കിൽ ഏകപതി രീതിയാണ് എന്നൊക്കെ ഒരു സങ്കല്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അവരവരെ വെച്ചിരിക്കുന്നത്, ഒറ്റ സോളിനോടുള്ള ഇഷ്ടം. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നമ്മൾ ജീവിച്ചു വരുന്നൊരു രീതിയിൽ ഒരു നിമിഷം നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ പാർട്ട്ണറിന് നമ്മളല്ലാതെ മറ്റൊരു അഫെയർ കൂടി ഉണ്ടെന്നുള്ളത്. അതിപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അടുത്ത കാലത്ത് ഉണ്ടായത് നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയിയുടെ ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ഒരു ഡിവോഴ്സ് പെറ്റീഷൻ, ആ ഒരു കാര്യമായിരിക്കും. അതിലെനിക്ക് പെട്ടെന്ന് ഹിറ്റ് ചെയ്തൊരു സാധനം സംഗീത പറഞ്ഞൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ലൈഫ് വിജയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു മാറ്റിവെച്ചത്, പക്ഷേ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ഒരു മാനസിക വിഷമമാണ് ഈ നോൺ മാരിറ്റൽ ഡൊമസ്റ്റിക് വയലൻസോ മറ്റു പ്രശ്നങ്ങളൊന്നും അല്ല, നീ നോൺ മാരിറ്റൽ അഫെയർ കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നത്, അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ ശരിക്കും എന്തായിരിക്കും അവർക്കപ്പോൾ ഉണ്ടാവുന്നത്? ഇങ്ങനെ ഒരു അവിഹിതമൊക്കെ നേരിട്ട് കാണുക അല്ലെങ്കിൽ അറിയുന്ന സമയത്ത് ഭയങ്കര പെയിനായിരിക്കും. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാം, ഇപ്പോൾ ഒരാൾ തന്നെ, ഇപ്പം ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, ഇപ്പം നമുക്ക് നമ്മുടെ പാർട്ട്ണർ തന്നെ നമ്മുടെ വേൾഡെങ്കിൽ നമ്മൾ അവരിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്ത്, പ്രത്യേകിച്ച് എക്സ്ട്രാ മാരിറ്റൽ തന്നെ ഓരോരുത്തർക്കും എഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ. ചിലർക്കൊരു മെസ്സേജ് അയച്ച പ്രശ്നമാണ്, ചിലർക്ക് അത് കുഴപ്പമില്ല, ചിലർക്ക് എപ്പോഴും ഫോൺ വിളിക്കുന്ന ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചിലർക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇപ്പം അവിഹിതത്തിൽ തന്നെ വേരിയൻസ് ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഈ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് വേറൊരാളുടെ കൂടെ അവർ ഭയങ്കരമായിട്ട് ആ റിലേഷൻഷിപ്പിലേക്ക് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തന്നെ സ്നേഹിച്ച് ജീവിച്ച ഒരാളെ സംബന്ധിച്ച് ഭൂമി ഇടിഞ്ഞു താഴേക്ക് പോകുന്ന അവസ്ഥ തന്നെയായിരിക്കും. അത്രയധികം പെയിൻഫുള്ളാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്കാലവും എല്ലാവരും ഒരുപോലെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, അല്ലേ? അതൊരു സത്യമാണ്. ഇപ്പം ഞാൻ എപ്പോഴും സന്തോഷമായിട്ട് സംസാരിക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, ആ തീരുമാനത്തിന് വരെ എനിക്കെന്തുറപ്പുണ്ട്? അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പറയാം, നമ്മളിപ്പോൾ ചിലപ്പോൾ പറയില്ല ഞാൻ ഇങ്ങനെ ഒരിക്കലും ആവത്തില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. ചിലപ്പോൾ നമ്മൾ കുറേ ഗ്രോ അപ്പ് ചെയ്ത് പല പല ഏരിയസിലെത്തുമ്പോൾ നമ്മൾ ഓർക്കും അതിനെന്താ കുഴപ്പം, അത് പ്രശ്നമില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിഹിതത്തിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓർക്കും, അപ്പോൾ നമുക്ക് പോലും നമ്മുടെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല. ഞാൻ ദേഷ്യപ്പെടുത്തേയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം എപ്പോഴാണ് വരുന്നത്, സന്തോഷം എപ്പോഴാണ്, സങ്കടം എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്. അപ്പം ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ മക്കളെ വളർത്തുമ്പോൾ മക്കളോട് പറയുക അമ്മേനെ എപ്പോഴും നോക്കണം കേട്ടോ, അമ്മയുടെ കൂടെ നീ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ പറയും അമ്മേനെ ഞാൻ നോക്കും, ഉറപ്പായിട്ടും അമ്മയുടെ കൂടെ ഉണ്ടാവും. പ്രായമാകുമ്പോൾ ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും, ഇല്ലേ? അതുപോലെ ഇപ്പോൾ പാർട്ണറിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ റിലേഷൻഷിപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഏകപതി ഇതായിട്ട് നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഭയങ്കര പെയിനാണ്. പക്ഷെ നമ്മളിപ്പം ഞാൻ പറയുന്ന ബന്ധങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എല്ലാ തലങ്ങളിലും നമ്മുടെ ലൈഫിലുണ്ടാവാം. ഇപ്പോൾ ഭയങ്കര ഹാപ്പിലി മാരീഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ മൂല്യങ്ങൾ അവരുടെ മൂല്യങ്ങൾ ഡിഫറെൻ്റ് ആണെന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം, ഇല്ലേ? അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺസ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവാം. ഇപ്പോൾ വിജയുടെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. ഒരു സാധാരണക്കാരൻ്റെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു വിഷയമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ വിജയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു,
ആ വേണ്ടി എന്ന് പറയുന്നിടത്ത് ഒരു സാക്രിഫൈസാ. അതെ. അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് തിരിച്ച് നമുക്ക് ഇങ്ങനത്തെ അടികൾ കിട്ടുമ്പോൾ നമ്മൾ തകർന്ന് തരിപ്പണായി പോകുന്നത്. നേരെ മറിച്ച് ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് പാർട്ണർഷിപ്പിൽ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ ഒരു പാർട്ണർഷിപ്പ് നീഡിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, ഒരു കമ്പാനിയൻ പോലെ. അല്ലാതെ അയാളുണ്ടെങ്കിലേ എനിക്ക് പൂർണ്ണതയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തി നമ്മളിൽ നിന്ന് പോയാൽ നമ്മൾ ഇങ്ങനെ തകർന്നടിഞ്ഞു പോകും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ബെറ്റർ എപ്പോഴും ഒരു ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത് അവനവനിൽ തന്നെ ഒരു നിറവുണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഇപ്പം എൻ്റെ ഒരു നീഡിനെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി എനിക്ക് തന്നെ വേണം. അതില്ലെങ്കിൽ ഞാനത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ത്രാണി എനിക്ക് വേണം. ഇല്ലാത്ത പക്ഷം ഓക്കെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, എൻ്റെ പാർട്ണർ എന്നെ വണ്ടി ഓടിച്ച് എല്ലായിടത്തും കൊണ്ടുപോകണം. ഓക്കെ, 2 ദിവസം കൊണ്ടുപോയി 3 ദിവസം കൊണ്ടുപോയി 4ാമത്തെ ദിവസം എനിക്ക് ആവശ്യം വരുമ്പോൾ ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ റിലേഷൻഷിപ്പ് പോരാ എന്ന് നമുക്ക് തോന്നും. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു നീഡ് എന്തുകൊണ്ട് അവർ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്ത് തരുന്നില്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ബേസിക്കായിട്ട് ഈ ഭൂമി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്കിൽസുകളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു സ്കിൽസാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതൊരു സ്കില്ലാണ്, പേഴ്സണലായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനായിട്ടുള്ള ഒരു കഴിവ്. ഇതൊക്കെ നമുക്ക് എത്ര പേര് നമ്മുടെ ചുറ്റും സപ്പോർട്ടറായിട്ടുണ്ടെങ്കിലും നമുക്കത് വേണം. അപ്പോൾ അവരുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം. ഇപ്പോൾ തന്നെ യാത്ര ചെയ്യാൻ പോകാൻ കഴിവില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ണറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പാർട്ണർ ഒരു ദിവസം നോ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോകും. ചിലരങ്ങനെയല്ലേ ഡോക്ടറെ, അവർക്ക് ആരും ഇല്ലാതെ ജീവിക്കാൻ അറിയില്ല, അവർക്കൊരു നീഡാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്. ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്കത് അറിയില്ല, എനിക്ക് ഒരാളെ കൂടെ ഉണ്ടായേ പറ്റുള്ളൂ, അതാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ആ പേഴ്സണുമായിട്ടുണ്ടായ ഒരു ഇമോഷണൽ കണക്ഷൻ, അതിൻ്റെ അപ്പുറത്തേക്കും ഞാൻ അങ്ങനെയാണ്, എനിക്ക് ആ നീഡ് അങ്ങനെ ഉണ്ടായേ പറ്റുള്ളൂ. അതാണ് ഞാൻ അവർക്കൊക്കെ സെൽഫ് കണക്ഷൻ്റെ ഒരു പ്രോബ്ലം അവിടെ വരുന്നുണ്ട്. കാരണം അപ്പോൾ അവിടെ ഒരു നീഡല്ലേ. ഞാൻ പറയട്ടെ, നമ്മളോട് പിച്ച യാചിക്കുന്ന ആളുകൾക്ക് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കും? നമ്മളിപ്പോൾ ഒരു പൈസ നമ്മൾക്ക് എന്തെങ്കിലും തരുമോ ചോദിച്ചു വരുന്ന ഒരാൾക്ക് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കും? ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും, ഇല്ലെങ്കിൽ പറയും ഇല്ല എന്ന് പറയും, ഇല്ലേ? ഇതുപോലെ തന്നെയാണ് ഞാൻ പറയണത്, നമ്മൾ ഈ നമ്മുടെ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഒരാൾ നമ്മൾ അടുത്ത് വെക്കുക എന്ന് പറയണത്. എന്ന് വിചാരിച്ച്, കാരണം ഞാൻ പറഞ്ഞാൽ ഈ വ്യക്തി ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം എന്ന് വെച്ചാൽ ആ വ്യക്തിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കാന്ന് വിചാരിച്ചു, എനിക്ക് ഹഗ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചോ, ഒരു 5 മിനിറ്റ് കെട്ടിപ്പിടിച്ച കുഴപ്പമില്ല, 10 മിനിറ്റ് ആയിട്ട് നമ്മൾ അവരെ വിടുന്നില്ല എന്ന് വിചാരിച്ചു, അവർക്കൊരു വീർപ്പുമുട്ടലുണ്ടാവില്ലേ? നമുക്ക് ചിലപ്പോൾ കംഫർട്ടായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ അതേ കാര്യങ്ങൾ നമ്മുടെ പാർട്ണർ എൻജോയ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും വ്യത്യസ്ത വ്യക്തികളാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എൻ്റെ നീഡ് ആയിരിക്കണം എന്നില്ല എൻ്റെ പാർട്ണറുടെ നീഡ്. അത് ഒത്തിരി എൻ്റെ സ്വപ്നങ്ങളായിരിക്കണം എന്നില്ല പാർട്ണറുടെ സ്വപ്നങ്ങൾ. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ രണ്ടുപേരുടെ സ്വപ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയും അത് റെസ്പെക്റ്റ് ചെയ്യുകയും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അല്ലാതെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എന്നിലെ കുറവുകളെ ഫില്ല് ചെയ്യാനായിട്ട് ഇവരെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്ന് നമ്മൾ വിചാരിക്കുന്നതിനടുത്താണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഈ കേസിൽ തന്നെ നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി നമ്മുടെ ജീവിതമേ സാക്രിഫൈസ് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാക്രിഫൈസസ് വേണം. അത് എനിക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാണ്ട് ഈ വ്യക്തിയുടെ കൂടെ തന്നെ എന്നുള്ളതല്ല. എനിക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു വിവാഹ ജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ അവിടെ സാക്രിഫൈസ് വേണം, അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് വേണം, എല്ലാം വേണം. അതിനകത്തൊരു എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ചെടി നട്ടാൽ അതിന് വളവും ഇതും കൊടുക്കുന്ന പോലെ തന്നെ അത് നന്നായി ഒന്ന് ഫ്ലറിഷ് ചെയ്ത് വരാൻ നല്ല എഫേർട്ട് ഉണ്ട്. പക്ഷേ ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറയുന്നത് വെച്ചാൽ ആ എഫേർട്ട് ഇടുന്നതിനാണ് നമ്മൾ ഈ സാക്രിഫൈസസ് എന്ന് പറയുന്നത്. ഒരു പരിധിയായിട്ട് നമുക്കിപ്പോൾ ചിലപ്പോൾ നല്ല ഫലങ്ങൾ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണത്, അത്ര എഫേർട്ട് ഇട്ടിട്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ബെറ്റർ നമ്മളുടെ ഈ ഔട്ടർ ആയിട്ടുള്ള സാധനങ്ങൾക്ക് എഫേർട്ട് ഇടുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ഇന്നർ ഡെവലപ്മെൻറ്റ് നമ്മൾ എഫേർട്ട് ഇടണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഔട്ടറായിട്ട് നമ്മൾ ഡെവലപ്പ് ആണല്ലേ ഇത്തരത്തിലുള്ള ചിലര് ഈ മാനസിക നില തന്നെ തെറ്റിയിട്ടൊക്കെ പിന്നെയല്ലേ തീർച്ചയായിട്ടും ഭ്രാന്തമായിട്ട് പോകുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് റിയൽ ലൈഫിലുണ്ടെന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും. ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. പക്ഷേ ജീവിതത്തിൽ ഒരു നിമിഷം ഇങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് താളം തെറ്റിപ്പോയി ജീവിതം തന്നെ ഇല്ലാതാക്കിയായി പോകുന്ന ആൾക്കാരെ പറ്റി ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒത്തിരി ആളുകളുണ്ട്. അവരെന്നുള്ള ലോകം ഇനി മരണം വരെ ഇത് അറിയാതെ ജീവിക്കുന്ന ആളുകളുമുണ്ട്. നമ്മളിപ്പം സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അച്ഛൻ അവിടെ വേറെ
മക്കളും ഭാര്യയും ഉണ്ടെന്ന് അറിയുന്നത്. അത് അമ്മ അച്ഛൻ പറഞ്ഞാൽ ഭയങ്കര ഡീപ്പ് ലവിലായിരിക്കും അവർ ജീവിച്ച് കാണുക. നമ്മുടെ ബാലേട്ടൻ എന്നുള്ള മൂവിയിലൊക്കെ ഇല്ലേ, അവിടെ എന്ത് നല്ല പാർട്ണർഷിപ്പാ. അപ്പൊ അത് ഏകപതി ഇതല്ലേ, പക്ഷെ അത് കഴിഞ്ഞിട്ടല്ലേ അങ്ങനെ അറിയുന്നത്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കേസുകളുണ്ട്, പല രീതികളിലുള്ള കേസുകളുണ്ട്. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ബെറ്റർ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മക്കളെ വളർത്തുന്നതിൽ അത് നമുക്ക് നല്ല എഫേർട്ട് ഉണ്ട്. ഇനിഷ്യൽ പീരീഡിൽ നമ്മൾ ആ എഫേർട്ട് ഇടണം. പക്ഷെ തിരിച്ച് അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ആ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കിട്ടലൊക്കെ കണക്കായിരിക്കും. നരസിംഹത്തിനകത്ത് ഈ മോഹൻലാലിനെ ശ്രദ്ധിക്കുന്നുണ്ട്, തിലകനെ ശ്രദ്ധിക്കുന്നുണ്ട്, ആ ക്യാരക്ടേഴ്സ്. ഇപ്പൊ വില്ലനെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ആ മൂവി കണ്ടപ്പോൾ ഞാൻ ആ അമ്മയെ പറ്റിയാണ് ചിന്തിച്ചത്. അതിനകത്ത് ഒരുപാടെടുത്ത് ഈ അമ്മയുടെ സാക്രിഫൈസിനെ പറ്റി മകൻ പറയുന്നുണ്ട്. അമ്മ എന്തിനാ ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ച്, ഇത്ര പാവമായിട്ടൊരമ്മ ഇത്ര കർക്കശക്കാരനായ ഒരാളുടെ കൂടെ ജീവിക്കുന്നു. അതിലൊരു മറ്റൊരു ഡയലോഗുണ്ട്, ഇവരൊക്കെ നല്ല ഏജായിട്ട് ഈ മോഹൻലാൽ അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നീ കൂടെ വാ, എനിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ പേടിയാണെന്ന് പറയുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസിൻ്റെ അപ്പുറത്തേക്കും അവർക്ക് ഇപ്പോഴും ആ ഒരു ഭയമുണ്ട്. ആ ഒരു നിഷ്കളങ്കമായ ഒരു ഭാര്യ, അല്ലെങ്കിൽ അവരങ്ങനെയാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ നോൺ മാരിറ്റൽ അഫെയർ അറിഞ്ഞിട്ട് പുള്ളി ജീവിതത്തിൽ ആദ്യമായി കുടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ നിന്ന് കരയുന്നുണ്ട്. കരയുമ്പോൾ എന്താ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ആകെ ഒരു അബദ്ധമേ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വേദനിക്കുന്നത്. അപ്പോഴും ആ ഭാര്യ തള്ളി പറയുന്നില്ല. ഇല്ല, അതാണ് ആ ഒരു വ്യത്യസ്ത, അല്ലെങ്കിൽ അവരത് അംഗീകരിക്കുന്നു. അതിനകത്തിൽ തന്നെ അവർ വീണ്ടും നിലനിന്നു പോകുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. അത് ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം അത് ചോയ്സ് എന്ന് പറയുന്നത് അത് ശരിയാണോ അത് ശരിയല്ലേ, അതിലപ്പോൾ അവർക്ക് ആത്മക്ഷതം വന്നില്ലേ, അവരുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞല്ല നിൽക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ ചിന്തിക്കുന്നതേ ഇല്ല. അത് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് പ്രശ്നമുള്ളൂ. പുറമേ നിന്നുള്ള ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നതിലുപരി നമുക്ക് നമ്മളിൽ ആ ഒരു ചിന്ത വരുമ്പോഴാണ് ആ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ലൈഫ് സ്പോയിലായിപ്പോയി, ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് എനിക്കത് കിട്ടിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുമ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അവരവരുടെ ഭാഗം നല്ല ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ അവർക്ക് എന്നും തലയുയർത്തി തന്നെ നിൽക്കാം. അവിടെ ഒരു സാക്രിഫൈസ് എന്നുള്ളൊരു വാക്ക് പോലും ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം രണ്ടുപേരും ഒരു പാർട്ണർഷിപ്പിൽ വന്നു, അവരവരെ ഹസ്ബൻഡിനെ തന്നെ നന്നായി സ്നേഹിച്ചും കെയർ ചെയ്തുകൊണ്ടെങ്കിൽ അവർക്ക് ഐഡൻറ്റിറ്റിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവർക്ക് നിൽക്കാം. പക്ഷെ ഞാൻ പറയണത് വെച്ചാൽ ഇപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ? അവർ സുഖമായിട്ട് മുന്നോട്ട് പോവുമല്ലേ, നന്നായി ജീവിച്ച ആളുകളല്ലേ വീണ്ടും ഇരുന്ന് കരയുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമയിലും സീരിയലും ഒക്കെ ആണെങ്കിലും നല്ല വ്യക്തികളെ എപ്പോഴും അകത്തളങ്ങളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണത് അത് മാറണം, അവിടെ ആ മാറ്റം കൊണ്ടുവരേണ്ടത്. അത് മാറണമെങ്കിൽ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കത് മാറില്ല. എനിക്ക് മറ്റുള്ളവരെ കരുതുന്ന പോലെ തന്നെ ഞാൻ എന്നെയും കരുതണം എന്നുള്ളൊരു ബോധം എനിക്ക് വേണം. അത് മാറണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. ഇപ്പം ഇവൻ ഞാൻ കോച്ച് ചെയ്യുമ്പോഴും ഒക്കെ ആണെങ്കിലും നമ്മൾ നല്ല വ്യക്തികൾക്ക് ആർക്കും ഗ്രോത്ത് ഇല്ല. നമ്മൾ നന്നായിട്ട് ഒന്നും തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്നും ഈ കരച്ചിലും ദുഃഖവും മാത്രമേ ഉള്ളൂ. നല്ലവരായ ആളുകൾക്ക് ജീവിതത്തിൽ സന്തോഷമില്ല, കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതിനൊരു മാറ്റമല്ലേ വരേണ്ടത്? തെറ്റ് ചെയ്യുന്നവർ എപ്പോഴും ഗ്രോ അപ്പ് ചെയ്യുന്നു, അവർ ഹാപ്പി ആയിട്ട് നടക്കുന്നു, അവരവരുടെ സുഖങ്ങളെല്ലാം നോക്കുന്നു. അപ്പം അതിനൊരു മാറ്റം വരണമെങ്കിൽ ആ നന്നായി ജീവിക്കുന്ന ആൾ അവരുടെ ഐഡൻറ്റിറ്റിയിൽ തന്നെ നിന്ന് അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം. അല്ലാതെ ഇപ്പം നമ്മൾ ലോകത്തോട് അത് വിളിച്ചു പറഞ്ഞിട്ടോ ആളുകളോട് ഒരു 100,000 പേരോട് ഇവരിങ്ങനെ ആയിപ്പോയി, അവരങ്ങനെ എന്നോട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് കേൾക്കുന്നവർക്ക് ഇപ്പം നമ്മൾ വിജയുടെ കഥ എല്ലാവരും അറിഞ്ഞു, നമുക്ക് വെറും വാർത്തയത് അല്ലേ, നമ്മൾ കഷ്ടമായിപ്പോയി എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ ഇതാണ് റീസൺ എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട്. കാരണം ഇവരതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ പൊതുവേദിയിൽ ഈ നടിയോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നു, നടിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് വിജയ് ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവന്റിൽ മറ്റൊരു നടിയോടൊപ്പം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, പക്ഷെ സംഗീതയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ? അവര് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഒരു പിടി വർഷങ്ങൾ അനുഭവിച്ച ഒരു കാര്യം ഇതാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇത് തന്നെ റെപ്പിറ്റീഷനായിട്ട് അവരുടെ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ അവിടെ പറയും, ഒരു വേദനയാണെങ്കിലും അത് വിലമതിക്കുന്നവരുടെ അടുത്ത് ഷെയർ ചെയ്യാവുള്ളൂ. ആ വേദന വെറുതെ എല്ലാവരുടെ അടുത്ത് നമ്മളത് ഷെയർ ചെയ്യുന്ന എന്തിനാ? അല്ലെങ്കിൽ നമ്മളതൊരു ഇഷ്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ തന്നെ വേണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് ഞാൻ പറയും. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ അതിന് വാല്യൂ കൊടുക്കുമെന്നുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ അത് പറയാവുള്ളൂ. അല്ലാതെ ഈ ലോകത്തോട് മുഴുവൻ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന് പകരം ആ വേദനയുടെ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുക. അതായത് ഇപ്പം ആരെയും തോൽപ്പിക്കാനല്ല. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ സ്നേഹിക്കുന്നതല്ല.
അല്ലേ? നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം അല്ലേ? അതാണ് പ്യുവർ ലവ്. ഇപ്പോൾ മദർ തെരേസ അത്രയും കുഷ്ഠരോഗികളെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിച്ചത് നാളെ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലോ. സോ കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്. അത് നമ്മളിലുണ്ടെങ്കിൽ അത് ഭയങ്കര ദൈവികമായ ക്വാളിറ്റിയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ അത് പിന്നീട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നീഡി പേഴ്സൺ ആവുക, അതായത് എന്നെ അവർ കരുതിയില്ല, ഞാൻ ഇത്രയും അവർ ചെയ്തു എന്ന് നമ്മൾ തരം താഴ്ന്നു പോവാതിരിക്കുക നല്ലത്. അതിന് പകരം അവനവൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ നിന്ന്, ഇപ്പം നിങ്ങൾ ഏകപതി വ്രത അല്ലെങ്കിൽ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ പാർട്ണർ വേണ്ടെങ്കിൽ നിങ്ങൾ പാർട്ണർ ഇല്ലാതെ ജീവിക്കുക. അതൊക്കെ അവരവരുടെ ഒപ്പീനിയൻ ഡിസിഷൻസും ഒക്കെയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ കീപ്പ് ഓൺ ചെയ്യാനായിട്ട് നോക്കുക. അത് ചെയ്തത് വലിയ പരാജയമായി പോയെന്ന് ലോകത്തോട് വിളിച്ചു പറയാതെ, ലോകത്തോട് പറയും തോറും അങ്ങനെ ജീവിക്കുന്നവരൊക്കെ ചിന്തിക്കുന്നത് ഒരു ട്രാപ്പാണെന്ന്. പക്ഷെ അത് ട്രാപ്പൊന്നുമല്ല. എപ്പോഴും അവനവൻ്റെ വ്യക്തിത്വം ഉള്ളവർക്ക് ആ ഒരു ബഹുമാനവും നിലയും വിലയും വാല്യൂ എപ്പോഴും കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു.